ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരിട്ടാ. നമ്മളിന്ന് കോട്ടക്കലാണ്. അപ്പോൾ എളാപ്പാൻ്റെ ആണ്ടും വീട് കുടിയിരിക്കലും ഒക്കെ കൂടെയാണ്. സന്തോഷമുണ്ട് ദുഃഖമുണ്ട്. എല്ലാ സങ്കടവും ദുഃഖവും സന്തോഷവും എല്ലാം കൂടെ കൂടിയ ഒരു പരിപാടിയാണ്. ഇതിലിപ്പോൾ നമ്മളും കൂടി പങ്കെടുക്കാൻ വന്നിക്കണത്. ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 9 മണിക്ക് മൗലൂദാണ്. മൗലൂദ് ഇതാ തുടങ്ങി കഴിഞ്ഞുട്ടാ. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇപ്പോൾ ഇതാ മൗലൂദൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഭക്ഷണമൊക്കെ വിളമ്പി. എളാപ്പല്ലാത്ത ഒരു സങ്കടം, വല്ലാത്തൊരു സങ്കടം ഉണ്ട് ഇതിൽ. എല്ലാവർക്കും ഭയങ്കര സങ്കടം. ഈ വീടിനും വേണ്ടി അത് കുറേ മണ്ടിപ്പാഞ്ഞ് കഷ്ടപ്പെട്ടേക്കണു. ലാസ്റ്റ് ഇവിടെ വന്ന് കുറച്ചൊരു ആക്സിഡൻ്റായി, അങ്ങനെ വെയ്യാതെ കിടന്ന് അങ്ങനെ മരണപ്പെട്ടും ചെയ്തു. എല്ലാവർക്കും സന്തോഷമുണ്ട് എന്ന ദുഃഖവും സന്തോഷവും എല്ലാം കൂടെ കൂടിയ ഒരു പരിപാടിയായിപ്പോയി. ജലാപ്പാൻ്റെ ഒരു മോളാണ്, അവളെ പേരക്കുട്ടിയാണിത്. അപ്പം അങ്ങനെ മുന്നിൽ കൂടെ കയറിയില്ല, അങ്ങനെ ബാക്കിൽ കൂടെ എങ്ങനെയുണ്ട് വന്നതാണ്. ഇപ്പോൾ എൻ്റെ പേരെന്താ? പറ. പേരില്ലേ? പേരില്ല? പേരിട്ടിട്ടില്ലേ? അതെന്താ പേരിട്ടില്ല? എനിക്ക് പേരിട്ടില്ല. എൻ്റെ കുടിയിലുണ്ട് കുട്ടികള്. നമ്മളെ പൂവിതാ ചോറ് വിളമ്പണ്. ഞങ്ങളെല്ലാവരും തറവാട്ട് പെരയിൽ ഒപ്പം കഴിഞ്ഞതായിരുന്നിട്ടാ. പെറ്റ് വളർന്ന് എല്ലാവരും ഒന്നിച്ചായിരുന്നു. ആ ഒരു സന്തോഷം വേറെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇത് പുറത്തു കൂടെ തന്നെ ഞാൻ ഇങ്ങനെയുണ്ട് കയറുന്നത്. അവിടെയൊക്കെ ഭയങ്കര ആളും ബാളൊക്കെയാണ്. അപ്പോൾ ഇതാ ഉള്ളിൽ കയറി എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ സുബീക്ക് വീട് കുടിയിരിക്കൽ കഴിഞ്ഞേക്കണു. അപ്പോൾ ഇന്നിപ്പോൾ ആണ്ടിൻ്റെ ദിവസമായ കാരണം രണ്ടും ഒന്നിച്ച് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹമല്ലേ, അപ്പോൾ അന്നത്തെ ദിവസം തന്നെ കുടിയിരിക്കലാക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാട്ടാ. അപ്പോൾ ഫാമിലി എല്ലാവരും ഇതാ വന്നിട്ടുണ്ട്. എല്ലാവരും അവിടെയും ഇവിടെയും നിന്ന് കണ്ടിട്ടും വർത്താനം പറഞ്ഞിട്ടും അങ്ങനെ നിന്നുകൊണ്ടിരിക്കണേ. വലിയ പരിപാടി ആയിട്ടുമില്ല, എന്നാൽ എല്ലാവരുടെ അടുത്തും പറഞ്ഞും ചെയ്തേക്കണേ. എളാപ്പാൻ്റെ ഒരു കാര്യമായ കാരണം ഫാമിലി മാത്രം തന്നെ ഉള്ളൂ. പുറത്തുനിന്നൊന്നും അധികം വല്ലാതെ ആരുമില്ല. ഒക്കെ മക്കളും അരക്കളും പേരക്കുട്ടികളും തന്നെ എല്ലാവരും കൂടിയാൽ തന്നെ ഉണ്ട് കുറേ കേട്ടാ. ഇതൊക്കെ മക്കൾ തന്നെ. അടുക്കളയിൽ കയറിയതാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ കുടിയിരിക്കേണ്ട അന്ന് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ അടുക്കള ഉണ്ടാവുള്ളൂ അല്ലേ. നീറ്റായിട്ട് എന്തായാലും ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ വെറുംചോറ്റുക്കുള്ള സാമ്പാറും ഉപ്പേരിയും മീനും പൊരിച്ചതും എല്ലാം കൂടെ അടുക്കളയിൽ വെച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ സുബീക്ക് കുടിയിരിക്കൽ മൗലൂദ് കഴിഞ്ഞു. പിന്നെ അത് വീട്ടുകൂടലിൻ്റെ ഒരു മൗലൂദും പരിപാടിയാക്കിക്കാണ്ട് അങ്ങനെ 9 മണിക്ക് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും വന്ന് പോവാനൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യാമല്ലോ. എന്നാലും ഫാമിലിയിൽ നിന്ന് കുറേ ആൾക്കാരും വന്നിട്ടില്ല കേട്ടാ. കുറച്ചൊക്കെ ആൾക്കാരൊക്കെ എത്തുള്ളവരൊക്കെ അങ്ങനെ വന്നിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരെയും കാണാനൊക്കെ പറ്റുള്ളൂ. ഇത്രയാലും ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ പറഞ്ഞാൽ മക്കളൊക്കെ എല്ലാവരും കെട്ടിച്ചു കൊടുത്തു അവിടെയും ഇവിടെയൊക്കെ തന്നെ അല്ലേ ഇക്കാരുണ്ടാകുക. കാണാൻ പറ്റൂലല്ലേ നമുക്ക്. ഇങ്ങനെ കൂടുമ്പോൾ പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും ചെയ്യും. ഇപ്പം എല്ലാവരും കണ്ട സന്തോഷത്തിൽ വർത്താനം മിസ്സായിട്ടും ഒക്കെ കൂടെ ഉള്ളിൽ ടേബിൾ ഇട്ടിട്ട് കുറച്ച് ആൾക്കാർ ഉസ്താദ്മാരൊക്കെ ഇരുന്ന് ഓൽക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത്. ഇതൊക്കെ എളാപ്പാൻ്റെ പേരക്കുട്ടികളും ഒക്കെയാണ് കേട്ടാ. അപ്പം ഇത് അമ്മായിയാണ്, ഇപ്പാൻ്റെ പെങ്ങളാണിത്. ഇനി ഇപ്പാൻ്റെ പെങ്ങൾ ഇതേനുള്ളൂ. ഇവർ അട്ടപ്പാടിയാണ് കേട്ടോ. അമ്മായിൻ്റെ മക്കളുമാണ്. ചെറിയ അമ്മായിയാണ്, വേറെ ആരും ഇല്ല. ഇനി പാൻ്റിയിൽ പറഞ്ഞ ഈ ഒരു അമ്മായി ഉണ്ട്, ഇമ്മാൻ്റിയിൽ ഒരു മൂത്തമ്മയുണ്ട്. ഇനി ഇത് എളാമയാണ്, എളാപ്പാൻ്റെ ഭാര്യയാണ്, എളാമയാണിത്. അപ്പം മക്കളെല്ലാവരും കൂടെ കൂടിക്കാണ്ട് ഇനി ഒരു അമ്മായിൻ്റെ മക്കളും എല്ലാവരും കൂടെയാണിത്. ഈ അമ്മായി കൊപ്പത്തുള്ള അമ്മായിൻ്റെ മക്കളാണ്. ഒരു അമ്മായി മരിച്ച് അവിടെ ഒരാൾ ഇരിക്കണേ. ഇത് നമ്മളെ ബഷീറാക്കാൻ്റെ കുട്ടിയും ഭാര്യയാണ് കേട്ടാ. ടിക്ടോക്ക് കാണുന്നവർക്ക് അറിയാൻ പറ്റും. ടിക്ടോക്കിലുള്ള ആളാണത്. അപ്പോൾ ഇതാ എല്ലാവരും വന്ന് ഇളാമാൻ്റെ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞിക്കാണ്ടൊക്കെ ഭക്ഷണം കഴിഞ്ഞ് ഓരോരുത്തർ പോവുകയാണ്. ഫാമിലി മൊത്തം ഇങ്ങനെ കൂടുമ്പോൾ അതൊരു രസം തന്നെയാണ് അല്ലേ. എല്ലാവരെയും കാണുമ്പോൾ
എന്തായാലും ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ എല്ലാവരും കാണുള്ളൂ. ഇപ്പോൾ ഇതാ ബിരിയാണിയാണ്, അതിക്കുള്ള സാലഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ വേഗം പോണോലൊക്കെ അങ്ങനെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ട് വേഗം പോവുകയാണ്. ഇതും ഒരു അമ്മായിൻ്റെ മക്കളൊക്കെയാണ്. ഞങ്ങളൊക്കെ ഒപ്പം പഠിച്ച് കളിച്ച് വളർന്നതാണ് തറവാട് പെരയിലിട്ടാ. ഇതൊരു അമ്മായിൻ്റെ വലിയ താത്തയാണ്, മരുമകളാണ്. ഇവരൊക്കെ നമ്മളെ തറവാട് പെരയിലുണ്ടായിരുന്നതാണ്. ഇങ്ങനെ ഇപ്പോൾ ഇതാ വന്നോല് അങ്ങനെ പുറത്തിരുന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ. എന്നാലും സമയം 10-11 മണിയായി. ആ സമയത്ത് തന്നെ ഭക്ഷണമൊക്കെ റെഡിയായി, എല്ലാം കൊടുക്കലും തുടങ്ങി. എല്ലാവരും കഴിച്ചു പോകണം. എല്ലാവരും ഇതാ ഫാമിലിയിലുള്ളവരെല്ലാവരും കാണാൻ പറ്റി. ഞാനിതാ വെറുംചോറും പയറുപ്പേരി, സാലഡുണ്ട്, സാമ്പാർ, പപ്പടം, മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മളെവിടെ പോയാലും ഇതന്നെ കഴിക്കലേ അധികം. ഇപ്പോൾ ഇതാ നമ്മളെ തറവാട് പേരൻ്റെ അടുത്ത് ഞങ്ങളൊക്കെ ഒപ്പം വളർന്നാണ് മാനു അറിയട്ടെ. കുറേ ആൾക്കാരെ കണ്ടു ഇവിടെ. ഇതൊക്കെ അമ്മായിൻ്റെ മക്കളും പേരക്കുട്ടികളൊക്കെയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. മേലക്കൊന്ന് കയറി നോക്കട്ടെ. നല്ല രസമുണ്ട് ടൈൽസൊക്കെ കേട്ടോ. മേലെ പണികളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഇരുന്ന കാരണം മേലൊക്കെ അങ്ങനെ കുറച്ചൊക്കെ ചെയ്ത് കണ്ട് അങ്ങനെ ഇട്ടേക്കണേ. 4 ഭാഗത്തുനിന്ന് നോക്കിയാലും നല്ല വ്യൂസ് കേട്ടോ. കാണുമ്പോൾ നല്ല രസമുണ്ട്. സീനിയർ ആയിട്ടോ ഒരു എന്താ പറയുക, പൊല്യൂഷനോ വേറുള്ളതോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയ, നല്ല സ്ഥലം. ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും ഇതാ എല്ലാം നല്ല കാണാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. ബോറടിക്കൂല ഇങ്ങനെ ഇരുന്നാലും. മഴക്കാലത്താണെങ്കിലൊക്കെ. ഇപ്പോൾ ഇതാ പുറത്തേക്ക് പോയി നോക്കട്ടെ. പുറത്ത് ഇതാ ടെറസിൻ്റെ മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ ഇങ്ങനെ ഇട്ടേക്കേട്ടാ. ഇപ്പോൾ ഇതാ ഇളാപ്പാൻ്റെ മോന് തന്നെ ഇപ്പോൾ 2 ദിവസം മുമ്പാണ് വന്നത് തന്നെ ഇതിനും വേണ്ടിയിട്ട്. 2 ദിവസം കഴിഞ്ഞാൽ പോവും ചെയ്യും. അപ്പം ജോലി ഇരുന്നിക്കാണ്ട് എല്ലാം ചെയ്യാൻ പറഞ്ഞേക്കാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇത് വീടിൻ്റെ അടുത്തൊരു തറയാണ് കേട്ടോ. ഒരു വീട്ടുകാർക്ക് ഉണ്ടാക്കിയിട്ടൊക്കെയാണ്. നിറയെ വീടുണ്ട് ചുറ്റിയിലും. ഇനി ഒരു പേടിയോ വേറുള്ളതോ ഒന്നുമില്ല. ആളും പാളുള്ള ഒരു സ്ഥലം തന്നെയാണ്. എല്ലാം നന്നായിട്ടുണ്ട്. മേലക്കൊക്കെ ഇനിയിപ്പോൾ മെല്ലെ നമ്മളൊക്കെ എടുത്ത് ഇരുന്നതിൻ്റെ ശേഷമൊക്കെ തന്നെ അല്ലേ മേലക്കൊക്കെ എടുത്ത് നേരാക്കലൊക്കെ. നന്നായിട്ടുണ്ട്. നല്ലൊരു വ്യത്യാസമായിട്ടുള്ള ഒരു ടൈൽസ് കേട്ടോ. ഞാൻ ഇങ്ങനെ അധികം എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു മോഡൽ. ഓന് നാണം കൊണ്ട് തിരിഞ്ഞ് നിൽക്കുകയെന്നിട്ടാ. അലുവി ഉണ്ടായിന്ന് എല്ലാവരും ചീരിഞ്ഞ് കൊടുന്നതാണ്. ഈത്തപ്പഴം അലുവിയൊക്കെ ഉണ്ടായിന്ന്. ഇത് എളാപ്പാൻ്റെ മക്കളും പേരക്കുട്ടികളാണ് മൊത്തത്തിൽ ഇരുന്നേക്കണത്. ഇത് മോളാണ്. ബാക്കി എല്ലാവരും പേരക്കുട്ടികളാണ്. എല്ലാവരും കൂടെ ഒരു ഗ്യാങ്ങായി ഇരുന്നേക്കാണ് ഇവിടെ ചോറ് തിന്നാൻ. ഇതിൻ്റെ അവിടെ ഭയങ്കര പണികളാണ്. മോറ് മറിച്ചവരൊക്കെ ഇപ്പം ഓന് മറിഞ്ഞ് നിൽക്കുന്നു പൂവിൻ്റെ മോനെ. അപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ പോകണം കേട്ടാ. അപ്പോൾ ഇതാ നമ്മൾ ആങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടാ. മുത്തുവിൻ്റെ വീട്ടിലേക്ക് എത്തി. ചെറിയ ആങ്ങളി ഉണ്ടായിരുന്നു അപ്പം പോന്നീന്ന്. ഇപ്പോൾ ഇവിടെ വന്നിറങ്ങി മുത്തുവിനെയും കുട്ടീനെയൊക്കെ കണ്ടുക്കാണ്ട് നമ്മക്കിഞ്ഞ് പോവണം ഇവിടുന്ന്. അങ്ങനെ അതാ നമ്മളെ റസൽ കുട്ടി പാളിയൊക്കെ കണ്ട് ഉള്ളിൽ തന്നെ പോയി. എവിടെ താത്തമ്മ എവിടെ? പോയി ഇവിടെ ഐശോടെ ഒട്ടപ്പാത്തുമ്മ ഐറിനുട്ടിയതാ. ചെള്ളി ഇത്രയും ഉണ്ടായി. ഐശു ടാറ്റാട്ടെ. ആ ടാറ്റ കയറിക്കൊന്നാ ബാക്കില്. നമ്മളിവിടുന്ന് ഇതാ പുറപ്പെട്ട് പോവാണ്. ഐശു അപ്പം പോരുവെച്ചിട്ട് അങ്ങനെ ഒട്ടിപ്പിടിച്ച് അവിടുത്തേനെ നിൽക്കുകയാണ് കേട്ടോ.
ഇപ്പോൾ ഇതാ നമ്മളിവിടെ ചെറിയ അമ്മായിൻ്റെ മരോളെ പെരയ്ക്ക് എത്തിക്കണം, മോൻ്റെ പെരയ്ക്ക് എത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കയറി. ഇവിടെ മോളുണ്ട്, മോളും കുട്ടിയൊക്കെ ഓരോ കെട്ടിച്ച വീട്ടിലാണ്, മോനും ഉണ്ട്. ഇതാ ഇവിടെ വന്ന് നമ്മൾ ജ്യൂസും ചായയും ഒക്കെയും കുടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫ്ലവറൊക്കെ ഇങ്ങനെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പൈനാപ്പിൾ ജ്യൂസ്, ചായ, പപ്സ്, കട്ട്ലേറ്റ്, ചിപ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഉള്ളിൽ ടേബിളിൻ്റെ അടിയിൽ പഴം, ഫ്രൂട്ട്സാണ് കേട്ടോ. കാണുമ്പോൾ തോന്നും ടേബിൾ മേലാണെന്ന്. എല്ലാവരും ഗാർഡന് പുറത്താണ്, ഇവിടെ ഷോക്കേസിൻ്റെ ഉള്ളിലാണ് ഗാർഡന്. നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ മണി പ്ലാന്റ് ചെടികൾ അടുക്കളയിൽ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഹോം കെയർ ആട്ടാ, പ്രസവിച്ചവർക്കുള്ളതാണ്. അറിഞ്ഞില്ല അവിടെ ഇട്ടാൽ മതിയായിരുന്നു മുത്തൂനെ. അപ്പം അങ്ങനെ ഇവരടുത്ത് നമ്മളിതാ യാത്ര പറഞ്ഞു പോരുകയാണ് കേട്ടോ. കുറേ ആയി വിളിക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ പാട്ടാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം നേരമല്ല, നല്ല തിരക്കിന്ന്. റോഡ് ഫുള്ളും ഇവിടുന്നേ ബ്ലോക്ക് ചെയ്യുന്നു കേട്ടോ. എല്ലാവരും കയറുന്ന സമയം 4 മണി 4:30 ആയി തുടങ്ങിയിരിക്കണേ. ഇരുട്ടായി തുടങ്ങി, 5 മണിയായി തുടങ്ങി. ആ സമയത്താണ് നമ്മളിവിടെ എത്തുന്നത് കേട്ടോ. നല്ല ഉഷാറായിട്ടുണ്ട് കൊല്ലത്തെ പരിപാടികൾ. ഇപ്പോൾ ഇറങ്ങാറിഞ്ഞ അപ്പോൾ ഒരു ഇറങ്ങണ്ടെന്നും പറഞ്ഞിട്ട് ഇതാ മരണക്കിണറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പോകുന്നു. ഫുൾ ബ്ലോക്കാണ്. അപ്പം ഇനി സമയമാവുമെന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് അടിച്ചു പിടിച്ച് പോവുകയാണ് ഇപ്പോൾ. ഇനി മേലേക്ക് കയറുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. ഒക്കെ പോണതും വരുന്നതും അല്ലേ ഈ കാരം. നമ്മളിപ്പോൾ ഇതാ സ്വത്തുമ്മ കയറിക്കൊണ്ട് വൈക്കടവ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് വണ്ടികൾ, ഇത്ര ദൂരമൊന്നും വണ്ടികൾ കാണാനില്ല. അപ്പോഴും വിചാരിച്ച് എന്തപ്പോൾ ഇത് ഇത്ര വണ്ടികളൊന്നും ഇല്ലല്ലോ, തിരക്കടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നേ. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. മറ്റേത് ആനയൊക്കെ ഇന്ന് കുറേ മുമ്പൊക്കെ ഇങ്ങനെ നേരമൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു കേട്ടോ. ആനയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോരലേന്ന്. പക്ഷേ ഇപ്പോൾ ഈ സൈഡൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ അടിയിൽ നിന്നൊക്കെ കെട്ടി പൊക്കി നല്ല റോഡൊക്കെ കെട്ടിയതിൻ്റെ ശേഷം വല്ലാതില്ല, ആന ഇല്ല എന്നില്ല. പക്ഷെ എന്നാലും വല്ലാതൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ നമ്മൾ റോഡ് ക്ലിയർ ആക്കിയതിൻ്റെ ശേഷം കണ്ടിട്ടില്ല. അധികം ലേറ്റായിട്ട് വരുമ്പോഴൊക്കെ ഉള്ളൂ. ഇപ്പം എല്ലാവരെയും കണ്ട് ഹാപ്പിയായി നമ്മളങ്ങനെ പോകുന്നു. ഇപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എല്ലാവരെയും കാണുമ്പോൾ ഒരു തൃപ്തിയാണ്. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിലും കൂടിയിട്ട് കൂട്ടം കുടുംബം ഫാമിലിയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കാണലല്ലേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവോ വേറുള്ളതോ ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെ വരുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് അല്ലേ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണോ? അവിടുന്ന് ലേറ്റായി ഇങ്ങോട്ടെത്തി. ഇവിടെ അതാ വണ്ടികളെ അരിച്ചരിച്ച് പോകണം. ഇവിടെയും വന്നപ്പോൾ ഇതാ ബോർഡർ കഴിഞ്ഞപ്പോഴത്തേനും ഒരു ലോറി ബസ്സും കൂടെ ഒരു സൈഡിൽ കുടുങ്ങിയ കാരണം ഇവിടെയും 1 മണിക്കൂർ നേരെ ലേറ്റായിട്ടാണ്. വണ്ടികളതാ മേലിന്ന് വരുന്നത്, താഴ്ന്ന് കയറുന്നത്, ഭയങ്കര ബ്ലോക്കായി. അങ്ങനെ അതാ 8 മണിയായി. ഇവിടെ തന്നെ 2 മണിക്കൂർ ബ്ലോക്കിലായി. അപ്പോൾ ഇതാ നമ്മളിനി നേരെ വീട്ടിൽ പോകണേ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നേരത്തിനും കാലത്തിനും പോന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ദൂരം വരുമ്പോൾ ഇതുപോലൊക്കെ നമ്മൾ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടെത്താൻ നേരമാവും. അപ്പം നമ്മൾ നേരെ പോകണേ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.